വിദേശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന തൊഴിൽ സ്വപ്നം കണ്ട് പുറത്തുപോയി പഠിച്ചിട്ടും ജോലി കിട്ടാതെ മടങ്ങുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിക്കുന്നു. 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വിസയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ വിദേശത്ത് ശരിയായ തൊഴിൽ ഉറപ്പാക്കാൻ കഴിയാതെ നിരവധി യുവതീ-യുവാക്കൾ കേരളത്തിലേക്ക് മടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതോടെ കേരളത്തിൽ നിരവധി കുടുംബങ്ങളാണ് കടക്കെണിയിൽ അകപ്പെട്ടത്. 2024 ഡിസംബർ 31 കണക്കനുസരിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസ വായ്പയുമായി ബന്ധപ്പെട്ട് 9387.11 കോടി രൂപയാണ് തിരിച്ചടയ്ക്കാനുള്ളത്. തിരിച്ചടയ്ക്കാനുള്ള തുകയുടെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമാണ് മുന്നിൽ. വിദ്യാഭ്യാസ വായ്പയുമായി ബന്ധപ്പെട്ട് 2,57,669 വിദ്യാർത്ഥി അക്കൗണ്ടുകളിലായി 9387.11 കോടി രൂപ തിരിച്ചടയ്ക്കാൻ ഉണ്ടെന്നാണ് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനർത്ഥം ഏതാണ്ട് അത്രയും തന്നെ കുടുംബങ്ങൾ വിദേശ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കടബാധ്യതയുടെ ഭാരം വഹിക്കുന്നുണ്ടെന്നാണ്. 2023 ഡിസംബർ 31 വരെയുള്ള കണക്കനുസരിച്ച് 2,54,388 വിദ്യാർത്ഥി അക്കൗണ്ടുകളിലായി 9,143 കോടിയാണ് തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നത്. 2024 ഡിസംബർ 31 കണക്കനുസരിച്ച് കേരളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മഹാരാഷ്ട്രയിൽ 6,258.22 കോടി രൂപയും, ആന്ധ്രാപ്രദേശിൽ 5,268.34 കോടി രൂപയും, തെലങ്കാനയിൽ 5,103.77 കോടി രൂപയുമാണ് തിരിച്ചടയ്ക്കാനുള്ള വിദ്യാഭ്യാസ വായ്പ. കൂടുതൽ ആശങ്കാജനകമായ കാര്യം കേരളത്തിൽ 880.74 കോടി രൂപയുടെ വായ്പകൾ ഇതിനകം നിഷ്ക്രിയ ആസ്തിയായി മാറിയെന്നതാണ്. ഇത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ വായ്പ പോർട്ട്ഫോളിയോയുടെ 9.38% വരും. 2019 ഏപ്രിൽ മുതൽ 2024 മാർച്ച് 31 വരെയുള്ള രാജ്യസഭാ കണക്കുകൾ അനുസരിച്ച് വിദേശ പഠനത്തിനായി മലയാളികൾക്ക് 11,872.09 കോടി രൂപയാണ് ബാങ്കുകൾ വായ്പയായി അനുവദിച്ചത്. ഇതിൽ 7,619.64 കോടി രൂപ വിതരണം ചെയ്യുകയും ചെയ്തു. വിദേശ പഠനത്തിനുള്ള വായ്പയുടെ കണക്കിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം തന്നെയാണ് മുന്നിൽ. മഹാരാഷ്ട്രയാണ് തൊട്ടു പിന്നിൽ. ഇക്കാലയളവിൽ മഹാരാഷ്ട്രയിൽ 8,745 കോടിയാണ് ബാങ്കുകൾ അനുവദിച്ചത്. ആന്ധ്രാപ്രദേശ് 7,690 കോടി, തെലങ്കാന 8,150 കോടി എന്നിങ്ങനെയാണ് തൊട്ടു പിന്നിലുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക്. കുടിശ്ശിക വർദ്ധിച്ചു വന്നതോടെ ബാങ്കുകൾ സർഫാസി നിയമം ഉപയോഗിച്ച് വായ്പയ്ക്കായി പണയപ്പെടുത്തിയ സ്വത്തുക്കൾ വിറ്റ് കുടിശ്ശിക ഈടാക്കാനുള്ള ശ്രമത്തിലാണ്. സാധാരണയായി 7.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് ഈടായി സ്വീകരിക്കുന്നത് ഭൂമി അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളാണ്. ഇത്തരം കേസുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു സ്വകാര്യ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മിക്ക കുടുംബങ്ങളും വിദേശ ജോലിയിൽ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചിരുന്നു. ഇപ്പോൾ അവർക്ക് തിരിച്ചടവ് നിറവേറ്റാൻ കഴിയുന്നില്ലെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. നിയമപരമായ ഇടപെടലുകളും സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. പണയപ്പെടുത്തിയ സ്വത്തുകൾ ലേലം ചെയ്യാൻ ബാങ്കുകൾ പോകുമ്പോൾ കടം വാങ്ങുന്നവർ പലപ്പോഴും സ്റ്റേക്കായി കോടതികളിലേക്ക് ഓടുന്നതായി കൊച്ചിയിലെ ഒരു അഭിഭാഷകൻ പറഞ്ഞു. സാങ്കേതികമായി കോടതികൾക്ക് അധികാരപരിധിയില്ല. പക്ഷേ ബാങ്കുകൾ പലപ്പോഴും ദീർഘകാല നിയമ പോരാട്ടങ്ങൾ ഒഴിവാക്കാൻ ഒത്തുതീർപ്പ് പദ്ധതികൾക്ക് സമ്മതിക്കുന്നതായും അഭിഭാഷകൻ വ്യക്തമാക്കി. മോശം ആസൂത്രണവും തെറ്റായ അഭിലാഷങ്ങളുമാണ് പ്രശ്നത്തിന്റെ കാതലെന്ന് കൊച്ചി ആസ്ഥാനമായുള്ള വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയായ ഗോഡ് സ്പീഡിന്റെ MD രേണു എ പറയുന്നു. പല വിദ്യാർത്ഥികളും അവരുടെ കഴിവ് മനസ്സിലാക്കാതെയോ തൊഴിൽ വിപണിയിലെ പ്രവണതകളെക്കുറിച്ച് ഗവേഷണം നടത്താതെയോ ലക്ഷ്യസ്ഥാനങ്ങളോ കോഴ്സുകളോ തിരഞ്ഞെടുക്കുന്നത്. പരിമിതമായ തൊഴിൽ സാധ്യതകളുള്ള മേഖലകളിലോ അവർക്ക് മത്സരശേഷി നൽകാത്ത സ്ഥാപനങ്ങളിലോ അവർ എത്തിച്ചേരുന്നതായും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മകന്റെ വിദേശ പഠനത്തിനായി വിദ്യാഭ്യാസ വായ്പ എടുത്തത് വഴി വലിയ ഭാരം ചുമക്കേണ്ടി വന്നതായി കൊച്ചി സ്വദേശിനി മാധ്യമങ്ങളോട് പറഞ്ഞു. 2010 തന്റെ മൂത്ത മകന്റെ ലണ്ടനിലെ ബിടെക് പഠനത്തിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും 20 ലക്ഷം രൂപ വായ്പ എടുത്തു. 2015 വായ്പ പൂർണ്ണമായും തിരിച്ചടച്ചപ്പോഴേക്കും 50 ലക്ഷം രൂപയാണ് കയ്യിൽ നിന്നും ചെലവായത്. ഏകദേശം 15% പലിശയാണ് ഈടാക്കിയത്. ഇത് ഉയർന്ന പലിശ നിരക്കാണ്. കൂടാതെ മറ്റ് ചാർജുകൾ കൂടി ഈടാക്കിയതോടെയാണ് കടബാധ്യത 50 ലക്ഷമായി ഉയർന്നതെന്നും അവർ പറഞ്ഞു. 2016 മകന്റെ US-ലെ ബിരുദാനന്തര പഠനത്തിനായി മറ്റൊരു വിദ്യാഭ്യാസ വായ്പ എടുത്തു. കാനറ ബാങ്കിൽ നിന്നും 35 ലക്ഷം രൂപയാണ് എടുത്തത്. ഇത്തവണ പലിശ നിരക്ക് കുറവായിരുന്നു. 11% തുടങ്ങി ഒടുവിൽ 9% കുറഞ്ഞു. പക്ഷേ ആകെ തിരിച്ചടവ് ഇപ്പോഴും 50 ലക്ഷം രൂപയായി ഉയർന്നതായും അവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം വായ്പ തീർക്കാൻ ഞങ്ങൾ 10 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചു. എന്റെ ഇളയ മകന് മറ്റൊരു വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ ആലോചിച്ചപ്പോൾ എന്റെ മൂത്ത മകൻ ചോദിച്ചു, വീണ്ടും ഇതേ ആഘാതത്തിലൂടെ കടന്നുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന്. എന്നാൽ ഭാഗ്യവശാൽ ഷെർലിയുടെ മകന് US-ൽ നല്ല ശമ്പളമുള്ള ജോലി ലഭിച്ചു. എന്നാൽ മറ്റു പലർക്കും അത്ര ഭാഗ്യം ഉണ്ടായിട്ടുമില്ല. മകന്റെ UK-യിലെ വിദ്യാഭ്യാസത്തിനായി 20 ലക്ഷം രൂപയാണ് ചോറ്റാനിക്കരയിലെ ഹോമിയോപ്പതി കോളേജിലെ ഫാക്കൽറ്റി അംഗമായ ഡോക്ടർ സതീഷ് കടമെടുത്തത്. വായ്പയുടെ ഒരു ഭാഗം തിരിച്ചടയ്ക്കാൻ അദ്ദേഹത്തിന്റെ മകൻ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്തു. എന്നാൽ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം യൂറോപ്പിൽ ജോലി അന്വേഷിച്ച് 2 വർഷം അലഞ്ഞു. ഒടുവിൽ തൊഴിൽ രഹിതനായി മകൻ കേരളത്തിലേക്ക് മടങ്ങിയതായും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. മിക്ക കേസുകളിലും വിദേശ വിദ്യാഭ്യാസം ഒരു സുവർണ ടിക്കറ്റായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഉയർന്ന ശമ്പളമുള്ള വിദേശ ജോലിയാണ് സ്വപ്നം കണ്ടിരുന്നത്. എന്നാൽ പലർക്കും ഒരു സാമ്പത്തിക ബാധ്യതയായി ഇത് മാറിയിരിക്കുകയാണ്.